നമ്മൾ സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ മേജർലി M.2 NVMe SSDസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം SATA ബേസ്ഡ് SSDs ആൻഡ് ഹാർഡ് ഡിസ്ക് പഴയതായി തുടങ്ങിയിട്ടുണ്ട്. യൂഷ്വലി ഇപ്പം ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബിൽഡ്സിൽ യൂസും ചെയ്യുന്നില്ല. സ്പെഷ്യലി ഹാർഡ് ഡിസ്ക് ഒക്കെ ഔട്ട്ഡേറ്റ് ആയിട്ടുണ്ട്, അതും 1 TB ഹാർഡ് ഡിസ്ക് ഒക്കെ. കാരണം പ്രൈസിംഗ് വൈസ് നോക്കുവാണെങ്കിലും 1 TBയുടെ സിമിലർ പ്രൈസിംഗിൽ നമുക്ക് SATA SSDs അല്ലെങ്കിൽ M.2 കുറച്ചുകൂടി ലോവർ റേഞ്ചിലുള്ള M.2 NVMe SSDs കിട്ടുന്നുണ്ട്. So let's talk more about M.2 SSDs, precisely NVMe SSDs. You're on Technofactory with me Sumod. തുടങ്ങാം. So ഇതൊരു M.2 SSD ആണ് and this one is also an M.2 SSD. ഇതിൽ ഒരെണ്ണം is faster than the other one because ഒന്ന് യൂസ് ചെയ്യുന്നത് SATA interface ആണ് and the other one uses PCI interface. So രണ്ടും കാണാൻ ഐഡന്റിക്കൽ ആണ്, സെയിം സൈസ്, സെയിം ഡയമെൻഷൻസ്, സെയിം തിക്നെസ്, ഓൾമോസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസ് സിമിലർ ആണ്. സോ ഇവിടെ രണ്ട് നോച്ച് കാണുന്നത് M.2 SATA based SSD ആണ്. സിംഗിൾ നോച്ച് വരുന്നതാണ് M.2 NVMe or M.2 PCI based SSD. സോ നിങ്ങൾ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ അല്ലെങ്കിൽ യൂസ്ഡ് മാർക്കറ്റിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പം ഈ നോച്ച് ശ്രദ്ധിക്കണം. ഡബിൾ നോച്ച് ആണെങ്കിൽ അത് പഴയ SATA ബേസ്ഡ് SSDയുടെ ഇന്റർഫേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂഷ്വൽ 2.5 ഇഞ്ചിന്റെ SATA SSD സെയിം ഇന്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഏകദേശം സിമിലർ സ്പീഡും ആയിരിക്കും. സോ ഹൈ സ്പീഡ് റിലയബിൾ NVMe ബേസ്ഡ് SSD ആണെങ്കിൽ സിംഗിൾ നോച്ച് ആയിരിക്കും. സോ ഡബിൾ നോച്ച് ഉള്ള M.2 SSD ആണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദം. ഓൾവേസ് ബൈ PCI NVMe SSD സിംഗിൾ നോച്ച് ഉള്ളത്. സോ ഇവിടെ NVMe എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് ഇന്റർഫേസ്. ഇത് PCയിലെ CPU ആൻഡ് SSD തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ് ആണ് ഓർ ഡ്രൈവർ പ്രോട്ടോകോൾ സിസ്റ്റം ആണ്. സോ PCI NVMe SSDസിൽ PCIയുടെ പവർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് SSD ആൻഡ് CPU. റെഗുലർ ഹാർഡ് ഡ്രൈവ്സ് ആൻഡ് SATA ബേസ്ഡ് SSDs യൂസ് ചെയ്യുന്നത് പഴയ പ്രോട്ടോകോൾ ആണ് AHCI, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് ഹോസ്റ്റ് കൺട്രോൾ ഇന്റർഫേസ്. അത് NVMe SSDസിനെക്കാളും അല്ലെങ്കിൽ ഓവറോൾ PCI സ്പീഡിനെക്കാളും കുറവാണ്. ഇൻ കമ്പാരിഷൻ നോക്കുവാണെങ്കിൽ SATA 3യുടെ മാക്സിമം സ്പീഡ് 600 Mbps ആണ്. ടച്ച് ചെയ്യുന്നത് മാക്സിമം 600 Mbps ആണ് ടച്ച് ആവുന്നത്. ബട്ട് വേറാസ് PCI 3യുടെ നമ്മൾ സ്പീഡ് നോക്കുവാണെങ്കിൽ 4 Gbps ആൻഡ് PCI Gen 4 ആണെങ്കിൽ 8 Gbps ആണ് മാക്സ്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ PCI Gen 5 വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഡബിൾ ദാൻ PCI Gen 4. സോ NVMe SSDs യൂസ് ചെയ്യുന്നത് NAND ഫ്ലാഷ് മെമ്മറി ചിപ്സ് ആണ് ടു സ്റ്റോർ ഡേറ്റ. NAND ഫ്ലാഷ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഫ്ലാഷ് മെമ്മറിയാണ്. ഇതിന് എക്സ്റ്റേണൽ പവറിൻ്റെ ആവശ്യമില്ല ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇലക്ട്രോണിക്കലി ആണ് ഡേറ്റ സ്റ്റോർ ആകുന്നത്. സോ ചെറിയൊരു മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് റിക്വയർഡ് പവർ കൊടുക്കുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. സോ ഈ NAND ചിപ്സിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, QLC NAND ആൻഡ് TLC NAND. ഇത് ഒരു മേജർ ഫാക്ടറാണ് NVMe SSDസിലെ പെർഫോമൻസ് ആൻഡ് സ്പീഡ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. സോ QLC NAND എന്ന് പറയുന്നത് ക്വാഡ് ലെവൽ സെൽ എന്നാണ് ഫുൾ ഫോം. ദാറ്റ് മീൻസ് 4 ബിറ്റ്സ് പെർ സെല്ലാണ് യൂസ് ചെയ്യുന്നത്. TLC എന്ന് പറയുന്നത് ട്രിപ്പിൾ ലെവൽ സെല്ലാണ്. ഇവിടെ ഒരു സെല്ലിൽ 3 ബിറ്റ്സ് പെർ ഡേറ്റ ആണ് യൂസ് ചെയ്യുന്നത്. സോ QLC ആൻഡ് TLC തമ്മിൽ ഡിഫറൻസ് എന്താണ് ആൻഡ് വിച്ച് വൺ ഈസ് ബെറ്റർ? QLC ഞാൻ പറഞ്ഞു ക്വാഡ് ലെവൽ സെൽ, ദാറ്റ് മീൻസ് 4 ബിറ്റ്സ് പെർ സെല്ലാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഡേറ്റ കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ QLC NANDന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവിടെ ഓവർ ടെക്നിക്കൽ ഡേറ്റയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ബേസിക് ബ്രീഫായിട്ട് കാര്യങ്ങൾ പറയാം. സോ QLC 4 ബിറ്റ്സ് പെർ സെൽ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ നോക്കുവാണെങ്കിൽ 16 വോൾട്ടേജ് ലെവൽസ് ആണ് വരുന്നത് കമ്പയർ ടു TLCയിൽ 3 സെൽസ് ആയതുകൊണ്ട് തന്നെ 8 വോൾട്ടേജ് ലെവൽസ് ആണ് ടോട്ടൽ വരുന്നത്. സോ ഓവറോൾ QLCയിൽ വോൾട്ടേജ് ലെവൽസ് കൂടുതലായതുകൊണ്ട് തന്നെ റിലയബിലിറ്റിയുടെ ഫാക്ടർ കുറയും. കമ്പാരിറ്റീവ്ലി അത്രയ്ക്ക് റിലയബിൾ ആയിരിക്കത്തില്ല. ചെറിയ വോൾട്ടേജ് ചേഞ്ച്, മൈനർ വോൾട്ടേജ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആകാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് QLC കമ്പയർ ടു TLC സ്പീഡ് വൈസ് നോക്കുവാണെങ്കിലും കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം ഡേറ്റ റീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേറ്റ സെർച്ച് ചെയ്യുന്ന സമയത്ത് 16 ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസിൽ സെർച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ TLCയിൽ 8 വോൾട്ടേജ് ലെവൽസിൽ സെർച്ച് ചെയ്താൽ മതി. സോ ദാറ്റ്സ് വൈ QLC NAND യൂസ് ചെയ്യുന്ന SSDs കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എൻഡ്യൂറൻസ് ഫാക്ടർ നോക്കുവാണെങ്കിലും QLC NAND മെമ്മറി യൂസ് ചെയ്യുന്ന SSDസിന്റെ കുറച്ച് കുറവായിരിക്കും. സോ ഇത് ടെക്നിക്കലി QLC ആൻഡ് TLC തമ്മിൽ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ പറയേണ്ട ഫാക്ടേഴ്സ് ആണ്. പക്ഷേ പെർഫോമൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഒരു ഫാക്ടർ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടും തന്നെ ഐഡൻറ്റിക്കൽ എന്ന് പറയാൻ പറ്റും. ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ബഡ്ജറ്റ് SSDസിലെല്ലാം QLC NAND ഫ്ലാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ 1 TBക്ക് ഒരു 5000 6000 താഴെ വരുന്ന SSDs എല്ലാം QLC NAND ആണ് യൂസ് ചെയ്യുന്നത്. വിരാസ് അപ്രോക്സിമേറ്റ്ലി ഒരു 7000 റുപ്പീസിന് മേലെ വരുന്ന 1 TB SSDസിൻ്റെ കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് ഒരു കമ്പാരിഷന് വേണ്ടി പറയുവാണ്. 1 TBയുടെ 7000 റുപ്പീസിന് മേലെ വരുന്ന SSDs എല്ലാം തന്നെ TLC മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, ഇത് കേട്ടിട്ട് TLC മെമ്മറിയുടെ പുറകെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ബഡ്ജറ്റ് റേഞ്ച് SSDs എല്ലാം QLC NAND ബേസ്ഡ് തന്നെയായിരിക്കും. QLC TLC മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, മറ്റു ഫാക്ടേഴ്സും ഉണ്ട്.
അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മെമ്മറി കൺട്രോളർ. സോ NVMe SSDസിലെ മെമ്മറി കൺട്രോളർ ആണ് ഡേറ്റ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ഓവർ പ്രൊവിഷൻ, ഗാർബേജ് കളക്ഷൻ ആൻഡ് അതേപോലെ മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫംഗ്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മെമ്മറി കൺട്രോളർ ആയിരിക്കും. സോ സ്റ്റേബിൾ റീഡ് റൈറ്റ് സ്പീഡ്സും നല്ല ഡേറ്റ ഫ്ലോ കിട്ടാൻ വേണ്ടി നല്ലൊരു മെമ്മറി കൺട്രോളർ ഈസ് മസ്റ്റ് ഇൻ എൻ SSD. ചില ബെസ്റ്റ് മെമ്മറി കൺട്രോളേഴ്സ് പറയുവാണെങ്കിൽ കോമൺലി യൂസ് ആകുന്നത് ഫൈസോൺ എന്ന ബ്രാൻഡാണ്. സോ ഇതാണ് കോമൺലി കിങ്സ്റ്റന്റെ KC3000 ഇതുപോലത്തെ SSDസിലൊക്കെ യൂസ് ആകുന്നത്. പിന്നെ മൈക്രോൺ കമ്പനിയുടെ ഉണ്ട്, മൈക്രോൺ എന്ന് പറയുന്നത്. മൈക്രോൺ ആണ് ക്രൂഷ്യൽ SSDസിന്റെ മെയിൻ കമ്പനി. അതേപോലെ ഇന്നോഗ്രിഡ്, മാർവെൽ, സിലിക്കോൺ മോഷൻ ഇതൊക്കെ അത്യാവശ്യം നല്ല മെമ്മറി കൺട്രോളേഴ്സ് ആണ്. ആൻഡ് സാംസങ് ബ്രാൻഡിന്റെ അവരുടെ ഓൺ ഇൻഹൗസ് കൺട്രോളർ ആണ്. സാംസങ്ങിന്റെ പല മോഡൽസിലും ഡിഫറെന്റ് കൺട്രോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിക്കോലോ ഉണ്ട്, പാബ്ലോ എന്നുണ്ട്, അതേപോലെ ഫീനിക്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് സാംസങ് SSDs കമ്പാരിറ്റീവ്ലി പ്രൈസിംഗിൽ എപ്പോഴും മേളിൽ നിൽക്കുന്നത്. സിമിലർലി NVMe SSDയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് DRAM ക്യാഷ്. സോ ഈ DRAM എന്ന് പറയുന്നത് പേര് പോലെ തന്നെ റാം ഒരു മെമ്മറിയാണ്, SSDയിൽ വരുന്ന ഒരു മെമ്മറിയാണ്. സിസ്റ്റത്തിലെ റാം ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ടെമ്പററിലി ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ DRAM. സോ കോമൺലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ ഡേറ്റ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ DRAMൽ. സോ ഈ DRAMലാണ് യൂഷ്വലി ഡേറ്റ മാപ്പ് ടേബിൾ എന്നൊരു സംഭവം സ്റ്റോർ ആകുന്നത്. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ എക്സൽ ഷീറ്റ് പോലെയാണ്. എക്സൽ ഷീറ്റ് പോലെ തന്നെ ഓരോ ഡേറ്റ ഏത് സെല്ലിലാണ് എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ആണ് ഈ ഡേറ്റ മാപ്പ് ടേബിളിൽ ഉണ്ടാകുന്നത്. സോ എന്തെങ്കിലും ഡേറ്റ സെർച്ച് ചെയ്യുന്ന സമയത്ത് റീഡ് ഓർ റൈറ്റ് ഓർ കോപ്പി മൂവ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഏത് ഡേറ്റ എവിടെ ഉണ്ടെന്ന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. സോ DRAM ക്യാഷ് ആക്ച്വലി NAND ഫ്ലാഷ് മെമ്മറിയെക്കാട്ടിലും ഫാസ്റ്റർ ആണ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതും ടെമ്പററി ആയിട്ട്, സൈസ് ചെറുതായിരിക്കും. DRAM ക്യാഷ് ഉണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻ കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി DRAM ഇല്ലാത്ത SSDs. അതും ഞാൻ പറയണം, എല്ലാ SSDസിലും DRAM വരത്തില്ല. അഫ്കോഴ്സ് അഗൈൻ ബഡ്ജറ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി DRAM-ലെസ് SSDs ആണ് മോസ്റ്റ്ലി വരുന്നത്. പക്ഷേ ഈ DRAM ഇല്ലെന്ന് വെച്ച് നിങ്ങൾക്ക് വലിയ രീതിയിൽ പെർഫോമൻസിൽ ഡിഫറൻസസ് ഒന്നും വരത്തില്ല. കാരണം ഇപ്പം മിഡ് ബഡ്ജറ്റിൽ വരുന്ന SSDs ആണെങ്കിലും അത്യാവശ്യം നല്ല റീഡ് റൈറ്റ് സ്പീഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ DRAM ഇല്ലെങ്കിലും വലിയ മേജർ ഡിഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല, അൺലെസ് നിങ്ങൾ ഒരു ട്രൂ പ്രൊഫഷണൽ ആണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രൊഫഷണൽ വർക്ക്സ് ആണ് ചെയ്യുന്നത്, ഡെയിലി TB കണക്കിന് ഡേറ്റ നിങ്ങൾ SSDന്ന് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു വർക്ക് ലോഡ് ആണെങ്കിൽ മേ ബി ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ ഒരു നോർമൽ യൂസേജ്, നോർമൽ ഗെയിമിംഗ്, ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങൾ, ടിപ്പിക്കൽ ഒരു ഗെയിമിംഗ് PC ഓർ ടിപ്പിക്കൽ എഡിറ്റിംഗ് PC യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയൊരു ഫാക്ടറൊന്നുമില്ല. പണ്ടൊരു വലിയൊരു കൺസിഡറിങ് ഫാക്ടറായിരുന്നു DRAM ഉള്ള SSDs. ബട്ട് ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഈ DRAM ഇല്ലാത്ത SSDസിൽ പുതിയ SLC ക്യാഷിംഗ് എന്നൊരു ഫീച്ചർ ആഡ് ആയിട്ടുണ്ട്. സോ SLC മീൻസ് സിംഗിൾ ലെവൽ സെൽ, സിംഗിൾ ബിറ്റ് പെർ സെൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണുള്ളത്. സിംഗിൾ ബിറ്റ് ആയതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഈസിയാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ആൻഡ് റിട്രീവ് ചെയ്യാൻ പറ്റും. സോ SLC ക്യാഷിംഗ് വരുന്ന SSDസിൽ കമ്പാരിറ്റീവ്ലി സ്പീഡ്സ് കൂടുതലായിരിക്കും, പെർഫോമൻസ് ഓവറോൾ ബെറ്റർ ആയിരിക്കും. സോ DRAM ഇല്ലാത്ത SSDസിൽ SLC ക്യാഷിംഗ് എന്നൊരു ഫീച്ചർ കാണും. സോ അതുണ്ടെങ്കിലും ബെറ്റർ സ്പീഡ്സ്, ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഡ്യൂറബിലിറ്റി കിട്ടും. ഈവൻ ദോ DRAMന്റെ അത്രയും സൈസ് ഉണ്ടാകത്തില്ല, ചെറിയ സൈസ് ആയിരിക്കും, പക്ഷേ എന്നാലും ഓവറോൾ പെർഫോമൻസ് ആൻഡ് സ്പീഡ് ബെറ്റർ ആയിരിക്കും. ഇനി ഇൻ കേസ് SLC ക്യാഷിംഗ് ഇല്ലെങ്കിലും ബഡ്ജറ്റ് SSDസിൽ വേറൊരു ഫീച്ചർ, വേറൊരു ക്യാഷിംഗ് ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. HMB എന്ന് പറയും, ഹോസ്റ്റ് മെമ്മറി ബഫർ. സോ പേരിൽ തന്നെ ഉണ്ട് ഹോസ്റ്റ് മെമ്മറി ബഫർ. നിങ്ങളുടെ മെയിൻ PC ആണ് ഇവിടെ ഹോസ്റ്റ്. സോ ആ PCയുടെ മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത് ക്യാഷിങ്ങിന് വേണ്ടി. സോ HMB ഉണ്ടെങ്കിൽ SSDയിലെ മെമ്മറി കൺട്രോളറിന് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ മെമ്മറിയിൽ നിന്ന് ചെറിയൊരു പാർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയും സൈസ് ലിമിറ്റേഷൻ ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ മെമ്മറി കൺട്രോളർ 64 to 100 MB റേഞ്ചിൽ വരുന്ന മെമ്മറി, സിസ്റ്റം മെമ്മറിയെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിതിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മെമ്മറി കൺട്രോളർ തന്നെ ഓട്ടോമാറ്റിക്കലി ആവശ്യമുള്ളപ്പം സിസ്റ്റം മെമ്മറി യൂസ് ചെയ്യും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ WDയുടെ SN580 SSD നല്ലൊരു SSD ആണ് മീഡിയം ബഡ്ജറ്റിൽ. സോ സ്പെക്സ് നിങ്ങൾ വായിച്ചു നോക്കുവാണെങ്കിൽ DRAM ഇല്ലാത്ത SSD ആണ്, പക്ഷേ ഇതിൽ HMB ഫീച്ചർ ഉണ്ട്. സോ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം SSDയുടെ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല. സോ അതുകൊണ്ട് SSD പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്പെസിഫിക് മോഡൽ ചെക്ക് ചെയ്ത് നോക്കണം. അതും ചില വെബ്സൈറ്റ്സിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം, ജനറൽ ആയിട്ടുള്ള സ്പെക്ക് ആയിരിക്കും. യൂഷ്വലി 1 TB അല്ലെങ്കിൽ 2 TB SSDയുടെ സ്പെക്സ് ആയിരിക്കും കോമൺ ആയിട്ട് മെയിൻ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഇടുന്നത്. 1 TB, 500 GB, 2 TB, 4 TB ഓരോ സൈസ് ചേഞ്ച് ആകുന്നതനുസരിച്ച് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിലും സ്പെക്സിൽ വേരിയേഷൻ ഉണ്ട്. 500 GB നോക്കുവാണെങ്കിൽ റീഡ് റൈറ്റ് സ്പീഡ്സ് കുറച്ച് കുറവായിരിക്കും കമ്പയർ ടു 1 TB. അതേപോലെ 500 GB അല്ലെങ്കിൽ അതിന് താഴെയുള്ള SSDസിൽ
ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വരണമെന്നില്ല. സോ ഇത് നിങ്ങൾ വെബ്സൈറ്റിൻ്റെ ആക്ച്വൽ പ്രൊഡക്റ്റ് പേജിൽ പോയി പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഫുൾ മാനുവൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന SSDയുടെ കപ്പാസിറ്റി നോക്കിയിട്ട് അതിൻ്റെ സ്പെക്സ് കംപ്ലീറ്റ്ലി കമ്പയർ ചെയ്ത് നോക്കണം. ഇതിൽ ചില SSDs ഹൈ എൻഡ് SSDസിലൊക്കെ SLC കാഷിംഗ് ആൻഡ് DRAM കാഷ് ഇത് രണ്ടും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റീഡ് റൈറ്റ് സ്പീഡ്സ് എക്സെപ്ഷണലി ഫാസ്റ്റ് ആയിരിക്കും. സോ ഇതല്ലാതെ ഒരു മെയിൻ ഫാക്ടറാണ് വാറൻറ്റി, TBW, എൻഡ്യൂറൻസ് ഫാക്ടർ. ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2-3 വീഡിയോസ് SSD റിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. സോ അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എൻഡ്യൂറൻസിൻ്റെ വീഡിയോ വേണേൽ മേളിൽ പിൻ ചെയ്തേക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കാം. ജസ്റ്റ് സിംഗിൾ ലൈന് പറയുവാണെങ്കിൽ ഹൈ എൻഡ്യൂറൻസ് വരുന്ന SSDs ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അഫ്കോഴ്സ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ബഡ്ജറ്റ് പോലെ ഡിഫർ ചെയ്യും. ഒരു 5000-6000 റേഞ്ച് 1TB SSD ആണ് നോക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം QLC NAND ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ DRAM-less SSDs ആയിരിക്കും. SLC കാഷിംഗ് ഓർ HMB ഫീച്ചർ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. പിന്നെ ടോപ്പ് ടിയറിൽ വരുന്ന SSDs എല്ലാം തന്നെ റേറ്റ് കൂടുതലായിരിക്കും. ഒരു 7000-8000 റുപ്പീസിന് മേലെ ആയിരിക്കും 1TBയുടെ റേറ്റിംഗ് വരുന്നത്. അതിപ്പം എല്ലാ ബ്രാൻഡിലും 2 കാറ്റഗറിയിലുള്ള SSDസും ഉണ്ട്. ക്രൂഷ്യൽ, WD, കിങ്സ്റ്റൺ, സാംസങ്, ADATA, സിലിക്കോൺ പവർ, കോർസെയർ, ഏത് ബ്രാൻഡ് നോക്കുവാണെങ്കിലും എല്ലാ ബ്രാൻഡ്സിലും മിഡ് റേഞ്ച് ഉണ്ട്, TLC യൂസ് ചെയ്യുന്നതുണ്ട് ആൻഡ് QLC യൂസ് ചെയ്യുന്ന SSDസും ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി എടുത്താൽ മതി. ഏറ്റവും ഹൈ സ്പീഡ്, ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ വന്നേക്കുന്ന Gen 5 SSD തന്നെ വേണമെന്നൊന്നുമില്ല. ഈവൻ Gen 4 SSD ആണെങ്കിലും ഓക്കെയാണ്. കുറച്ചുകൂടി ലോവർ ബഡ്ജറ്റ് ആണെങ്കിൽ Gen 3 ബേസ്ഡ് SSD ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. Gen 3 SSD തന്നെ കമ്പാരിറ്റീവ്ലി നമുക്കൊരു 3000 to 3500 റേഞ്ച് റീഡ് റൈറ്റ് സ്പീഡ്സ് വരുന്നുണ്ട്. സോ അത് ആ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മദർ ബോർഡിൻ്റെ സപ്പോർട്ടും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ റേഞ്ചിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പീഡ് തന്നെയാണ് Gen 3 SSD ആണെങ്കിലും. ഈ Gen 3, Gen 4, Gen 5 ജനറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതും നിങ്ങളുടെ വർക്ക് ലോഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് മെയിൻലി നിങ്ങൾ PC യൂസ് ചെയ്യുന്നത് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ബഡ്ജറ്റ്, CPU, മദർ ബോർഡ്, ഹാർഡ്വെയറിലും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ്, ഏറ്റവും എൻഡ്യൂറൻസ് കൂടിയത്, ഏറ്റവും പെർഫോമൻസ് കൂടുതൽ തരുന്ന SSD തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈ സ്പീഡ്, ഹൈ ബഡ്ജറ്റുള്ള SSD തന്നെ എടുക്കണം. പക്ഷേ നോർമൽ ഒരു കൺസ്യൂമർ ആണ്, ജസ്റ്റ് ലൈക്ക് മീ ഓർ യു, ഗെയിമിങ്ങിന് വേണ്ടി നോർമൽ എഡിറ്റിംഗ് ഇതുപോലത്തെ കാര്യങ്ങൾ ഓർ വേറെ നിങ്ങളുടെ എന്ത് പേർപ്പസ് ആണെങ്കിലും ഏറ്റവും ഹയസ്റ്റ് റേഞ്ച് SSDയുടെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. Gen 4 ബേസ്ഡ് ആണെങ്കിൽ മാക്സിമം 7300, 7500 ആണ് സ്പീഡ് വരുന്നത്. സോ അതും നിങ്ങൾക്ക് മേ ബി ആവശ്യം വരത്തില്ല. Gen 4-ൽ തന്നെ കുറച്ച് സ്പീഡ് കുറഞ്ഞതുകൊണ്ട് 5000 Mbps വരുന്നത്. സോ അതിൻ്റെ ആവശ്യമേ മോസ്റ്റ്ലി വരുന്നുള്ളൂ. ആൻഡ് ഈ Gen 4, Gen 5 ഇത് മാത്രം നോക്കിയിട്ടും SSD നിങ്ങൾ പർച്ചേസ് ചെയ്യല്. ഈവൻ Gen 4 ബേസ്ഡ് SSDയിലും സ്പീഡ് കുറഞ്ഞ SSDs ഉണ്ട്. സോ ബഡ്ജറ്റ് റേഞ്ച് SSD ആണെങ്കിൽ ക്രൂഷ്യലിൻ്റെ P3+, WDയുടെ SN 570, 580 നല്ലതാണ്. XPGയുടെ S60 എന്ന മോഡൽ നല്ലതാണ്. സിമിലർലി Gen 4-ൽ ഹയർ സ്പീഡ് ഉള്ളത് നോക്കുന്നെങ്കിൽ എൻട്രി ലെവലിൽ ADATA XPG S70 ബ്ലേഡ് നല്ല മോഡലാണ്. WD SN 770 ആൻഡ് 850, സാംസങ്ങിൻ്റെ 980 സീരീസ്, 980 Pro സീരീസ്, കിങ്സ്റ്റൻ്റെ KC3000, കിങ്സ്റ്റൻ്റെ തന്നെ ഫ്യൂറി, റെനഗേഡ് മോഡൽസ്. MSIയുടെ നോക്കുവാണെങ്കിലും MSIയുടെ Pro മോഡൽസ് നല്ലതാണ്, 480 അങ്ങനത്തെ മോഡൽസ്. ആൻഡ് ക്രൂഷ്യലിൻ്റെ P5+ മോഡലും നല്ലതാണ്. സോ ഇതൊക്കെയാണ് സം റെക്കമെൻഡേഷൻസ്. സോ എന്തായാലും QLC, TLC, മെമ്മറി കൺട്രോളർ, SLC, DRAM, HMB, എൻഡ്യൂറൻസ്, SSD റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ടേംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസ് ഓർ ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.